ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽനോയം പെച്ചോളി എന്ന പെർഫ്യൂം ഓയിലാണ്. ഈ പെച്ചോളി ഫ്രാഗ്രൻസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. പൊതുവെ പെർഫ്യൂംസിൽ ഈ എർത്തി നോട്ട്സ് നോക്കുന്ന ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് പെച്ചോളി. സോ അതിന്റെ ആ ഒരു വൈബ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് അൽനോയമിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. 222 ആണ് പ്രൈസ് ഉള്ളത് 6 ml. പല വെബ്സൈറ്റുകളിലും അല്ലാതെയും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ സൈഡിൽ പെച്ചോളി എന്ന് എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ ഓയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് അതിന്റെ റോളർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കാണ്. അത് എന്തുകൊണ്ടാ വെച്ചാല് നമ്മൾ മുമ്പ് അൽനോയിമിന്റെ ക്ലബ് ഡിനോ ഇന്റൻസ് മാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീക്ക് ആവുന്ന ഒരു പ്രശ്നം അൽനോയിമിന്റെ പല പെർഫ്യൂംസിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സംഭവം റെക്ടിഫൈ ചെയ്തതാണ് അവരിങ്ങനെ റോളർ വേറെ വെച്ചിട്ട് പെർഫ്യൂം വേറെ ആക്കിയിട്ട് തന്നത്, പെർഫ്യൂം ഓയിൽ. അപ്പൊ ഇത് ഇങ്ങനെ ക്യാപ്പ് ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ്. അപ്പൊ ഇത് ജസ്റ്റ് ത്രെഡ് തിരിക്കുക, എന്നിട്ട് ഇത് ഒഴിവാക്കുക, അത് ഇവിടെ ഫിറ്റ് ചെയ്യുക, നേരെ വെച്ചാൽ മതി. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനത് ചെയ്യുന്നില്ല, കാരണം ഞാനത് ഓൾറെഡി എൻ്റെ കയ്യിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആക്കാൻ നിൽക്കുന്നില്ല. ഞാനത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ പെച്ചോളി എന്നുള്ളത്. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഓൾറെഡി ഇവിടെ എല്ലാം ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. അപ്പോ അൽനോയം പെച്ചോളി. അപ്പൊ ഈ പെച്ചോളി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു എർത്തി നോട്ട്സ് ആണ് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു എർത്തി ഗ്രീൻ വൈബ്, കംപ്ലീറ്റ് ആയിട്ട് എർത്തി പറയാൻ പറ്റില്ല, ഒരു എർത്തി ഗ്രീൻ അങ്ങനത്തെ ഒരു വൈബാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എങ്ങനെയാ വെച്ചാൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ഫ്രഷ് ഇതൊരു ഫ്രഞ്ച് പെർഫ്യൂം വൈബ് തന്നെയാണ്. ഏതിന്റെ ഇൻസ്പയർഡ് ആണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു എന്താ പറയാ ഒരു ഗ്രീൻ വൈബും വരുന്നത്, ഒരു ഗ്രീൻ ലീവ്സിന്റെ ഒരു വൈബ്. അതാണ് ഇതിന്റെ ഓപ്പണിങ്ങിൽ ഉള്ളത്. ഇത് ഇത്തിരി ഡ്രൈഡ് ഓൺക്ക് വരുമ്പോൾ ഇതിലൊരു വുഡി ഫ്രാഗ്രൻസും എർത്തി നോട്ട്സും പിന്നെ സ്പൈസി നോട്ട്സും നട്ട്മഗിന്റെ ഒക്കെ പോലത്തെ ഒരു സ്പൈസി ഫ്രാഗ്രൻസ് എല്ലാം കൂടി ഇതിൽ നിന്ന് വരുന്നുണ്ട്. ചെറുതായിട്ട് എവിടേക്കോ നമുക്കൊരു പെപ്പറി ഒക്കെ പോലത്തെ ഒരു സ്പൈസിനെസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഏറ്റവും താഴോട്ട് ഡ്രൈഡ് ഓൺക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്വീറ്റ്നെസ്, ഭയങ്കര സ്വീറ്റ് അല്ല, ഇങ്ങനെ ഒരു ബാൽസമിക് നോട്ട്സ് എന്ന് പറയുമല്ലോ, നമ്മുടെ ഈ ഹണി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്വീറ്റ് ഹിന്റ് വരുമല്ലോ, അങ്ങനത്തെ ഒരു ചെറിയൊരു സ്വീറ്റ് ഹിന്റ് ഇതിന്റെ ഉള്ളില് ഏറ്റവും ഡ്രൈ ഡൗണിൽ കിട്ടുന്നുണ്ട്. സോ അതിന്റെ കൂടെ തന്നെ ആ ഒരു വുഡി സ്വീറ്റ്നെസ്സിലേക്കാണ് പിന്നെ ഈ പെർഫ്യൂം പോകുന്നത്. സോ അങ്ങനെയാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അതായത് ഇതൊരു ഇത്തിരി പാർട്ടി സൈഡിലേക്ക് നിൽക്കുന്ന ഒരു പെർഫ്യൂം ഓയിലാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ചോദിച്ചാല് ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇഷ്ടമാവാനുള്ള ചാൻസസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ഏതിന്റെ ഇൻസ്പയർഡ് ആണ് എന്നുള്ളത് ഒന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കാരണം എനിക്കത് പേഴ്സണലി ഇത് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ മാത്രമല്ല ഞാൻ യൂസ് ചെയ്ത് പലർക്കും ഇത് സ്നിഫ് ചെയ്യാൻ കൊടുത്തപ്പോഴൊക്കെ എൻ്റെ അടുത്ത് നല്ല ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ അടിച്ച പെർഫ്യൂം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച ആളുകൾ പറഞ്ഞൊക്കെ എനിക്ക് നല്ല ഒപ്പീനിയനാണ് പേഴ്സണലി കിട്ടിയത്. സോ അതുകൊണ്ട് ഞാനിത് എന്താ പറയാ തുടർന്നും യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെയാണ് ഈ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അതിൽ എർത്തി നോട്ട്സ് ഉണ്ട്, സ്പൈസി നോട്ട്സ് ഉണ്ട്, നട്ട്മഗ് മറ്റുള്ളൊക്കെ സ്പൈസി നോട്ട്സും, പിന്നെ പെച്ചോളി പിന്നെ ലാസ്റ്റ് ഒരു വുഡി സ്വീറ്റ്നെസ്സിലേക്ക് ഈ പെർഫ്യൂം പോവാണ്. ഇനി ഇത് ഏത് ഒക്കേഷൻസിലേക്കാണ് വെച്ചാൽ മോസ്റ്റ്ലി ഒരു പാർട്ടി ഒക്കേഷൻസിലേക്കാണ്. കുറച്ചും കൂടി മൈൽഡായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസ് പെർഫ്യൂം ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. യൂണിസെക്സ് ആണോ വെച്ചാൽ യൂണിസെക്സ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്കൊരു 8+ hours ഇതിന്റെ ഫ്രാഗ്രൻസ് ഇത് റോൾ ഓൺ നമ്മുടെ ശരീരത്തിൽ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താലും നിൽക്കുന്നുണ്ട്. പക്ഷെ റോൾ ഓൺ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലത്തെ ഇതൊക്കെ കുറച്ചൊരു സ്ട്രോങ്ങർ സൈഡിലും പിന്നെ ഇതിന്റെ ലിക്വിഡിന് തന്നെ ചെറിയൊരു കളറൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം സാധനങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഡാർക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലത്തെ വൈറ്റ് ഷർട്ടിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടയാളം വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്താ വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് 2 റബ് ചെയ്യുക, എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് തേച്ചിട്ട് പോവാം. അപ്പൊ ഇതിനെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ മോസ്റ്റ്ലി ചെയ്യാറുള്ളതും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ കോളറിന്റെ താഴെ, അതുപോലെ ഈ ബട്ടന്റെ ഗ്യാപ്പിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ ഈ കൈ ഫോൾഡിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് പോവാണെങ്കിൽ അത്ര വലിയ വിസിബിൾ അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ എന്താ പറയാ, ഇത് അങ്ങനെ യൂസ് ചെയ്ത് പോവാം. ഓക്കെ, എന്തായാലും അപ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇതൊരു
2+ hours ഇതിനൊരു പ്രൊജക്ഷൻ ഉണ്ട്. ഓയിൽസ് പൊതുവെ പ്രൊജക്ഷൻ ഉണ്ടാവില്ല, ലോഞ്ചിവിറ്റി ആണ് കൂടുതൽ കിട്ടുക. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് അൽനോയിമിന്റെ പെച്ചോളി എന്ന ഈ പെർഫ്യൂം ഓയിലിന്റെ ഡീറ്റെയിൽസ്. സോ താല്പര്യമുള്ള ആൾക്കാർ ഓൺലൈനായിട്ട് നോക്കിയോളാം. ആമസോണിലൊക്കെ കാണുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, പിന്നെ അൽനോയിമിന്റെ സൈറ്റിലുണ്ട്. എവിടെ വെച്ചാൽ നോക്കിയിട്ട് വാങ്ങിക്കോളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.